സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. പക്ഷേ ഇത് പണിമുടക്കിയിട്ട് 3 മാസമായി. 2020 നവംബർ 1-നാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.35 കോടി രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. സംസ്ഥാനത്തെ ആദ്യത്തെ എസ്കുലേറ്റർ മേൽപ്പാലമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ളത്. എന്നാൽ ഇത് കഴിഞ്ഞ 3 മാസക്കാലമായി പ്രവർത്തനരഹിതമാണ്. കോടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ എസ്കലേറ്റർ മേൽപ്പാലം നിലവിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യത്തിനാണ് എസ്കലേറ്റർ മേൽപ്പാലം സ്ഥാപിച്ചത്. ഇതിനാൽ റോഡിന്റെ നടുവിൽ ഗ്രില്ലുകൾ സ്ഥാപിച്ച് റോഡ് മുറിച്ചു കടക്കാനുള്ള വഴി പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തോട് ചേർന്ന ഭാഗത്തെ എസ്കലേറ്റർ നിലച്ചിട്ട് 3 മാസത്തോളമായി. ഈ കാരണത്താൽ കാൽനട യാത്രക്കാരുടെ ദുരിതം ചില്ലറയല്ല. 11.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു എസ്കലേറ്റർ അതിൻ്റെ ഒരു ചെറിയ സാങ്കേതിക പിഴവ് പോലും മനസ്സിലാക്കി അത് യഥാസമയത്ത് നന്നാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ നിത്യം ഉപയോഗിക്കേണ്ട ഈ എസ്കലേറ്റർ നോക്കൂ, എത്ര മാസമായി ഒന്ന് ക്ലീനിങ് പോലും ചെയ്യാൻ സ്റ്റാഫില്ല. കോഴിക്കോട് കോർപ്പറേഷന് ഇതിൽ നിന്ന് കിട്ടേണ്ട ലാഭം കിട്ടി, അതിന് കൈക്കൂലി കിട്ടേണ്ടവർക്ക് കൈക്കൂലി കിട്ടി. ഇനി ഇത് നടന്നാലും പ്രശ്നമില്ല, നടന്നില്ലെങ്കിലും പ്രശ്നമില്ല. അത്തരത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ സമീപനം. നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിലൊന്നാണിത്. ഇടയ്ക്കിടെ എസ്കുലേറ്റർ പണിമുടക്കുന്ന അവസ്ഥ. മുൻപ് ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്ന ഭാഗത്തെ ഇറങ്ങി വരാനുള്ള എസ്കുലേറ്ററും ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള എസ്കുലേറ്ററും തകരാറിലായിരുന്നു. പിന്നീട് അത് പരിഹരിച്ചു. എന്നാൽ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കാലതാമസമെടുക്കും. ഇത് മുടങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കാലുവേദനയുള്ള ആളുകൾക്കൊക്കെ കയറാനും ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കുറേ മാസങ്ങളായില്ലേ മുടങ്ങി കിടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ നോമ്പ് പറ്റാൻ നമ്മളൊക്കെ കാലിൽ വയ്യ. പ്രായമായ ആളുകൾ, ഗർഭിണികൾ, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ തന്നെ ഈ പദ്ധതി വലിയ രീതിയിൽ സഹായകരമായിരുന്നു. എന്നാൽ നിലവിൽ ഈ പദ്ധതി പൂർണ്ണമായും പാഴായിരിക്കുകയാണ്. കാരണം എസ്കുലേറ്ററിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ എസ്കുലേറ്റർ അല്ലെങ്കിൽ ഈ മേൽപ്പാലം തന്നെയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം. 2 ഭാഗത്തും ലിഫ്റ്റുകളുണ്ടെങ്കിലും ചുരുക്കം ചിലർ മാത്രമാണ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നത്. കാലിന് വയ്യാത്തവർക്കും സാധനങ്ങൾ ചുമന്നു പോകുന്നവർക്കുമെല്ലാം ഈ പടികയറ്റം കഠിനമാണ്. ULCCയുടെ സഹായത്തോടെ കോർപ്പറേഷൻ നേരിട്ടാണ് പണി ചെയ്യിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ULCCക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ ബീന ഫിലിപ്പ്. ഈ വരുന്ന 2026 ജനുവരി വരെ ഊരാളുങ്കലിലാണ് നമ്മളതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് AMC കൊടുത്തിട്ടുള്ളത്. 1 മാസം കൊണ്ട് അവരത് വരുത്തിച്ച് തരും എന്നാണ് ഇപ്പോൾ ഊരാളുങ്കൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1 മാസം കൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ തീരുന്ന മാത്രമല്ല, കൃത്യമായിട്ടത് പരിശോധിക്കാനുള്ള റിപ്പോർട്ട് നമ്മൾ ആരോട് ആവശ്യപ്പെടും? ഊരാളുങ്കൽ ആവശ്യപ്പെട്ടു. മാസം കുറയില്ലേ ഇനിയും. അപ്പോൾ എല്ലാ മാസവും ഊരാളുങ്കൽ പറയണം എന്തെങ്കിലും പ്രശ്നം ഇത് വരാൻ പോകുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ എന്നുള്ള അവർ തന്നെ നമ്മളോട് നേരിട്ട് പറയണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കൂടി നമ്മൾ കടക്കും. 2020 നവംബർ 1-നാണ് എസ്കുലേറ്റർ മേൽപ്പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഞാൻ ഈ കയറുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് മിൽമ ബൂത്തിന് സമീപത്തുള്ള എസ്കുലേറ്ററിലാണ്. ഇവിടെയുള്ള എസ്കുലേറ്റർ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ബാക്കി എസ്കുലേറ്ററുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. 11.35 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ 2 മാസക്കാലമായി ഈ പദ്ധതിയുടെ ഒരു ഗുണവും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഈ വിഷയത്തിൽ എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഭയങ്കര പ്രയാസം. ഇത് ജനങ്ങൾക്ക് ഉപകാരം വേണ്ടേ, അല്ലാതെ ഉണ്ടാക്കിയിട്ട് കോടികളെ ഉണ്ടാക്കിയിട്ടൊരു കാര്യമുണ്ടോ? നമ്മളെപ്പോലത്തെ പ്രായമായിരിക്കും ഈ സാധനമായിട്ട് വരുന്നവർക്കും എളുപ്പം ശരിയാണ്. ഇത്ര ചുറ്റി പോകണം. ഇതുണ്ടായാലും നമുക്ക് ഗുണമാണ്. ബുദ്ധിമുട്ടാണ്. അവർക്ക് മുട്ടിനെല്ലാം തന്നെ സുഖമില്ലാതെയാണ്. പണി അടുങ്ങാറാകല്ലേ. ചില വലിയ വിഷമങ്ങളായിരുന്നു തന്നെയാണ്. പ്രായമുള്ള ആളും ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഇത്രയും പെട്ടെന്ന് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ശരിക്കൊരു പരിഗണിക്കാത്ത ലെവലിൽ ഇപ്പം കാണാൻ പറ്റും. പെട്ടെന്ന് പോയി വരാനുള്ള സുഖമാണ്. കുറച്ച് കാലായിലേക്ക് കിടക്കുന്നു. അവിടുന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറി വരണം, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കിയിടുക എന്നല്ലാതെ ആൾക്കാർക്ക് ഒരു ഉപകാരം വേണ്ടേ? അതില്ലാതെ വെറുതെ എന്തിനുണ്ടാക്കിയിട്ടത്?